തന്നെ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള അമിതാഭ് ബച്ചന്റെ സ്ക്രീൻ പ്രസൻസ് അപാരമാണ്. അമിതാഭ് ബച്ചൻ ഈ സിനിമയിൽ സാധാരണയിലും കുറച്ചുകൂടെ ഹൈറ്റ് കൂടിയ ഒരു കഥാപാത്രമായിട്ടാണ്. അത് സിനിമയിൽ പുള്ളിയുടെ റോൾ എന്താണെന്ന് ഞാൻ വെളിപ്പെടുത്തുന്നില്ല, കൂടുതൽ പേര് പറയണ്ട, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പുള്ളി ഒരു പുരാണ കഥാപാത്രം, ഒരു മരണമില്ലാത്ത ഒരു ചിരഞ്ജീവിയായിട്ടുള്ള കഥാപാത്രമാണ് വന്നത്. ആ സിനിമയിൽ ഈ റോളിൽ നമുക്ക് അമിതാഭ് ബച്ചനല്ലാതെ വേറൊരാളെ കാസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത്രയും കാലമായി ഇന്ത്യൻ സിനിമയിൽ അമരത്ത് ഈ ഒരു സൂപ്പർ സ്റ്റാർ പദവിയിൽ നിൽക്കുന്ന ഒരു ചില്ലറ കാര്യമല്ല. പ്രഭാസിന്റെ തന്നെ ഇൻട്രോ ആണെങ്കിലും ഓരോരുടെ ഇൻട്രോയിലൂടെ അയാളെ ഹീറോ ബിൽഡപ്പ് വരാൻ വേണ്ടി സമയമെടുത്തെങ്കിലും വന്ന് ലാൻഡ് ചെയ്ത മുതൽ ക്ലൈമാക്സ് വരെ ഒരേ പേസിൽ ഇടിച്ചു നിന്നൊരു പ്രത്യേകതരം ഒരു പെർഫോമൻസ് ആയിരുന്നു അമിതാഭ് ബച്ചന്റെ. ആ എനർജി എടുത്തു പറയേണ്ടതാണ്. ഡയലോഗ് ഡെലിവറി നമ്മൾ മലയാളത്തിലാണ് കേട്ടത്, ഒരുപക്ഷെ ഹിന്ദിയിലാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഡയലോഗ് ഡെലിവറി കൂടി അറിയാമായിരുന്നു. ആരാണെങ്കിലും ഇപ്പൊ കമൽഹാസൻ ആണെങ്കിലും ആദ്യമൊക്കെ ഒരു CGIയുടെ സഹായത്തോടെയാണ് കാണിച്ചത്. ക്ലൈമാക്സിൽ അദ്ദേഹത്തിന്റെ ഒരു വിഷ്വൽ ഒരു രൂപം കാണിക്കുന്ന രീതിയിലാണ് ക്ലൈമാക്സ് വന്നിരിക്കുന്നത്. അപ്പോൾ കൽക്കി സെക്കൻഡ് പാർട്ട് സിനിമാറ്റിക് യൂണിവേഴ്സ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. കാരണം കമൽഹാസൻ, അമിതാഭ് ബച്ചൻ, പ്രഭാസ് ഇവരെല്ലാവരും നിറഞ്ഞ ഇനി കൂടുതൽ താരങ്ങൾ ഉണ്ടാവുമോ എന്നറിയില്ല. ഒരു മസ്റ്റ് വാച്ച് മൾട്ടി സ്റ്റാർ കൊമേഴ്ഷ്യൽ എന്റർടൈനർ ആണ് ഈ സിനിമ. ഫസ്റ്റ് ഹാഫിൽ സ്ലോ ബിൽഡപ്പ് ആണെങ്കിലും സെക്കൻഡ് ഹാഫിൽ അതിന്റെ എല്ലാം കുറവുകൾ തീർത്തുകൊണ്ട് ഗംഭീരമായ ആക്ഷൻ സീൻസ് ആയിട്ടാണ് സിനിമ വന്നിരിക്കുന്നത്. പക്ഷെ സെക്കൻഡ് ഹാഫില് തീപ്പൊരിയാണ് ശരിക്കും. എന്താ പറയാ, ഒരു ഹോളിവുഡ് ലെവലിലൊക്കെ ശരിക്കും ഇന്ത്യൻ സിനിമയിൽ ഇങ്ങനെ ഒരു അത്ര പെർഫെക്ഷൻ ആയിട്ടാണ്. ഗ്രാഫിക്സ് ഒക്കെ നമുക്ക് ഒട്ടും നമുക്ക് ലാഗ് വരെ. ഫസ്റ്റ് ഹാഫ് എനിക്ക് കുറച്ച് ലാഗ് ഫീൽ ചെയ്തിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോഴത്തേക്കും പടം വേറൊരു ലെവലായി. എല്ലാവരുടെ പെർഫോമൻസും എടുത്തു പറയാം ശരിക്കും. അമിതാഭ് ബച്ചൻ, ദീപിക, ശോഭന, അതുപോലെ കമൽഹാസൻ പിന്നെ പറയേണ്ട കാര്യമില്ല. പ്രഭാസ് ആ ഫസ്റ്റ് ഹാഫിൽ ആ ഒരു കുറച്ച് ഇതെല്ലാം മങ്ങിപ്പോയെങ്കിലും അവസാനത്തെ ഒരു അരമണിക്കൂർ പടം ശരിക്കും ഒരു ഹോളിവുഡ് ലെവലിലേക്ക്. എന്തായാലും സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ട് നല്ല വെയിറ്റിംഗ്. ഒരു ശരിക്കും മഹാഭാരത യുദ്ധമൊക്കെ ശരിക്കും ഇനി അടുത്തതിലാണ് ഇനി വരുന്നത്. ഒരു അർജുനൻ കർണൻ ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ഒരു കറക്റ്റ് ആയിട്ട് സ്റ്റോറി ലൈൻ നന്നായിട്ട് അത് ബിൽഡപ്പ് ചെയ്ത് ശരിക്കും അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ എത്തിച്ചെന്നുള്ളതാണ്. എന്തായാലും എല്ലാവർക്കും ആദ്യം തന്നെ പറയേണ്ടത്, പുരാണം ഇന്നത്തെ ജനറേഷനുമായിട്ട് കണക്ട് ചെയ്ത് ഈ ഒരു ചിത്രം സംവിധായകൻ അവതരിപ്പിച്ചപ്പോൾ തീർച്ചയായിട്ടും എല്ലാത്തരം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. അഭിനയത്തിന്റെ കാര്യത്തിൽ എടുത്തു പറയുകയാണെങ്കിൽ ഇന്ത്യൻ സിനിമയുടെ അഭിമാനമായ അമിതാഭ് ബച്ചൻ, കമൽഹാസൻ, അതേപോലെ തന്നെ പ്രഭാസ്, മലയാളികളുടെ അഭിമാനമായ ദുൽഖർ സൽമാൻ, അന്നാബൻ, ശോഭന ചേച്ചി, അതേപോലെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. വിജയ് ദേവർകൊണ്ട, അതേപോലെ തന്നെ ഇത് രാജ്മൗലി ഒരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളൊക്കെ ഉള്ള നല്ല അതിമനോഹര ദൃശ്യഭംഗി ഒപ്പിയെടുത്ത മികച്ച ആർട്ട് വർക്കുള്ള നല്ലൊരു ചിത്രമാണ് കൽക്കി. തീർച്ചയായിട്ടും ഇതിന്റെ സെക്കൻഡ് പാർട്ടിനായിട്ട് വെയിറ്റ് ചെയ്യുന്നു. കൽക്കി ഒരു മസ്റ്റ് വാച്ച് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് പടമാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. കാരണം നമ്മള് VFX ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആകെ കണ്ടിട്ടുള്ള രാജമൗലിയുടെ പടങ്ങളിലും അങ്ങനെയുള്ള പടങ്ങളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. രാജമൗലിയുടെ ഈച്ച് തൊട്ട് ഇങ്ങോട്ട് പിന്നെ നമ്മുടെ തമിഴിലെ ശങ്കറിന്റെ പടങ്ങളാണ് നമ്മൾ കൂടുതലും ഗ്രാഫിക്സ് ഉണ്ടാക്കുന്നത്. നമുക്ക് അവഞ്ചേഴ്സിനോടൊക്കെ കിടപിടിക്കാൻ പറ്റുന്ന ഒരു ഗ്രാഫിക്സ് ചെയ്തേക്കുന്ന പടം ഇന്ത്യയിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി മുതൽ കൽക്കിയുടെ പേര് പറയാൻ പറ്റും. അത്രയും വൃത്തിയായിട്ട്, അത്രയും നമ്മൾ ഇതുവരെ കണ്ടത് വെച്ച് ഫാർ ബെറ്റർ ആയിട്ടാണ് ഗ്രാഫിക്സ് ചെയ്തേക്കുന്നത്. ഗ്രാഫിക്സ് ചെയ്ത ടീമിനെല്ലാവരും നമുക്കൊരു ബിഗ് സല്യൂട്ട് കൊടുത്തേ പറ്റത്തുള്ളൂ. പിന്നെ ഒരു മൾട്ടികാസ്റ്റ് പടമാണ്. നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരുപാട് അന്യഭാഷ നടന്മാർ വരുന്നുണ്ട്. തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എല്ലാ നടന്മാരും വരുന്നുണ്ട്. നമ്മള് പ്രഭാസിന്റെ പടമാണ് നമ്മൾ പ്രതീക്ഷിച്ചു വരുന്നത്. പ്രഭാസിന്റെ ഒരു ഡോമിനൻസ് പ്രതീക്ഷിച്ചു വരുന്നവർക്ക് അമിതാഭ് ബച്ചന്റെ ഒരു പവർ പാക്ഡ് പെർഫോമൻസ് കാണാൻ പറ്റും. നമ്മൾ ഈ പ്രായത്തിൽ പുള്ളി ചെയ്തതിന് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അതേപോലെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് നടന്മാർ ഇതിനകത്ത് വരുന്നുണ്ട്. അത് ഞാൻ പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ ആവും. എനിക്ക് ആ തിയേറ്ററിൽ ഇരുന്ന് എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ ഓരോ നടന്മാർ പെട്ടെന്ന് നമ്മുടെ മുമ്പിലോട്ട് വന്നപ്പോഴത്തേക്കും നമുക്കൊരു ഗൂസ് ബംസ് ഉണ്ടായി. അത് തന്നെ ബാക്കി ഇനി വരുന്ന പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. മലയാളത്തിൽ നിന്ന് ഒരുപാട് പേരുണ്ട്. നമ്മൾ ട്രെയിലറിൽ കണ്ട പോലെ ശോഭന മാം ഉണ്ട്, അന്നാബെന്നുണ്ട്, പിന്നെ വേറെ കുറെ ആൾക്കാരുണ്ട്. അത് തിയേറ്ററിൽ തന്നെ നിങ്ങൾ പോയി കാണണം. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ചിലപ്പോ ഈ വീഡിയോ കാണുന്നവർക്ക്, ഇനി പടം കാണാൻ വരുന്നവർക്ക് അതൊരു അവർക്ക് അതൊരു എക്സ്പീരിയൻസ് മിസ്. അവർ പ്രതീക്ഷിച്ചിരിക്കും. അവർ പ്രതീക്ഷിക്കാത്ത ഒരുപാട് താരങ്ങൾ ഇത് വരുന്നുണ്ട്. ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. അന്നാബെന്നെ കിട്ടിയിരിക്കുന്ന മികച്ച റോൾ തന്നെയാണ് അന്നാബെന്നെ കിട്ടിയിരിക്കുന്നത്. ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ മലയാളത്തിൽ നിന്ന് ഒരു യുവനടിയെ നമ്മളവിടെ അത്രയും ഗ്രാഫിക്സിന്റെ ഒരു അകമ്പടിയോടെ കാണുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്, ഭയങ്കര എക്സ്പീരിയൻസ് ഉണ്ട്. തിയേറ്ററിൽ തന്നെ പോയി കാണണം എല്ലാവരും.